ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ബ്ലൌസ് വലിച്ചു കീറാൻ കഞ്ഞിക്കുഴി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരിക്ക് നിർദ്ദേശം നൽകിയതായി വെളിപ്പെടുത്തി ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയിലായിരുന്നു സി പി മാത്യുവിന്റെ വിവാദ വെളിപ്പെടുത്തൽ. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. ഇടുക്കി DCC പ്രസിഡന്റ് സി പി മാത്യു നടത്തിയ വിവാദ പ്രസംഗം രാഷ്ട്രീയ രംഗത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. എതിരാളികളെ കൈകാര്യം ചെയ്യാൻ സ്ത്രീകളെ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞ അദ്ദേഹം തങ്ങൾക്കെതിരെ ആരെങ്കിലും അടുക്കുകയാണെങ്കിൽ ബ്ലൌസ് വലിച്ചു കീറാൻ കഞ്ഞിക്കുഴിയിലെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ രാജേശ്വരിയോട് നിർദ്ദേശം നൽകിയതായും വെളിപ്പെടുത്തി. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രാജേശ്വരിയെ ഉപയോഗിച്ച് എതിരാളികളെ നേരിടാൻ കഴിയുമെന്ന നിലപാടാണ് വാഴത്തോപ്പിൽ നടത്തിയ പ്രസംഗത്തിൽ സി പി മാത്യു പങ്കുവച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉണ്ട്. കഴിഞ്ഞ വർഷം അവിടെ ഉണ്ടായില്ലോ, പഞ്ചായത്തിനകത്ത് പ്രശ്നം ഉണ്ടായില്ലേ? എന്താ സംഭവിച്ചത്? ഒട്ടത്തു ആൻസി എണ്ണം അവന്റെ തലയുടെ മണ്ട പറഞ്ഞു. യുവമാരുടെ മാത്രമുള്ള ഈ ഗുണ്ടകളുള്ളതല്ലേ പറയുന്നത്. നമ്മുടെ ഗുണ്ടകളെന്നുള്ള നല്ല ചെറുപ്പക്കാർ 19 പേരെന്നുള്ളത് കാപ്പിപ്പത്ര വേണ്ട ചുമ്മാതെ മറ്റേ ഈ നെഞ്ഞാമിഞ്ഞ സാധനങ്ങളുണ്ടാവുന്നത് കാപ്പിപ്പത്ര വെട്ടി ശരിയാക്കി തന്നെ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ ഞങ്ങൾ ചെയ്തു. ക്യാമ്പിന് പോയിരുന്ന രാജേഷിന്റെ ബോർഡ് കാണാൻ മാത്രമല്ല ബോർഡ് കയറാൻ അറിയാവുന്നത് കണ്ട ബോർഡെല്ലാം കൊണ്ട് വലിച്ച് താടിയിട്ട് ചവിട്ടിക്കൂട്ടി. അപ്പോൾ ഇവര് അറിഞ്ഞു വന്നപ്പോൾ തിരുവരെ ഉള്ളൂ. യോഗത്തിൽ PT ഈശ്വരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനുണ്ട്. അപ്പോൾ പറഞ്ഞതേ നമ്മുടെ ഒരാളിനെ ഓടിച്ച് ഭാഗ്യം കയറ്റിയേക്കാൻ തോന്നുന്നു. അവനല്ല ഈ സാധനം മുട്ടിയത് അങ്ങനെ എടുത്തിരിക്കാവുന്ന. അപ്പൊ നമ്മളെ അവിടെ ഒരു വിശിഷ്ട താരമുണ്ട്, മിസി എന്ന് പറയുന്ന ഒരു സായിപ്പന്റെ മോള്, മനസ്സിലായില്ലേ? അയാൾ തെരി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ രാജേശ്വരി പറഞ്ഞു അടുത്ത് വന്നു കഴിഞ്ഞാൽ അന്നേരം ബ്ലൗസ് കിഴിക്കണം. രാജേശ്വരി ആദിവാസിയാണ്. പിന്നെ വകുപ്പെല്ലാം അവിടെ നമുക്കറിയാൻ ചെയ്യുന്ന കാര്യം. UDF ഇടുക്കി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായ റോയി കെ പൗലോസിന്റെ വാഴത്തോപ്പ് മണ്ഡല പര്യടന സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് സി പി മാത്യു ഈ പരാമർശങ്ങൾ നടത്തിയത്. 2 ദിവസം മുൻപ് ശശി തരൂരിന്റെ റോഡ് ഷോയ്ക്കിടെ വികലാംഗനായ പ്രവർത്തകനെ തള്ളിയ സംഭവത്തിൽ വിവാദത്തിലായിരുന്ന അദ്ദേഹം പുതിയ പ്രസ്താവനയിലൂടെ വീണ്ടും വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആൻസി തോമസ് പഞ്ചായത്ത് അംഗമായ സിജി ചാക്കോയെ മർദ്ദിച്ചതായും തല അടിച്ചുപൊട്ടിച്ചതായും അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രാജേശ്വരിയോട് താൻ ബ്ലൌസ് വലിച്ചു കീറാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ആദിവാസി സ്ത്രീ ആയതുകൊണ്ട് തന്നെ പിന്നീട് കേസ് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നും സി പി മാത്യു അവകാശപ്പെട്ടു. ഇതിനിടെ കഞ്ഞിക്കുഴിയിലെ CPM നേതാവായ ലിസി ജോസിനെതിരെ നടത്തിയ പരാമർശങ്ങളും പ്രതിഷേധം ശക്തമാക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചതും ആദിവാസി വിഭാഗത്തെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിച്ചതും എതിരാളികളെ നേരിടാൻ യുവാക്കളെ അണിനിരത്തിയതും എതിർ പാർട്ടികളുടെ ഫ്ലക്സുകൾ നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചതുമാണ് സി പി മാത്യുവിനെതിരെ ഉയരുന്ന പ്രധാന ആരോപണങ്ങൾ. ഈ പ്രസംഗം നടത്തുമ്പോൾ വേദിയിൽ KPCC വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ്, റോയ് കെ പൗലോസ്, AP ഉസ്മാൻ എന്നിവരുമുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പേരിൽ സ്ത്രീകളെയും പിന്നോക്ക വിഭാഗങ്ങളെയും ദുരുപയോഗം ചെയ്യുന്ന പ്രവണതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.